അപ്പോൾ നമ്മൾ നേപ്പാളിലെ ഒരു വില്ലേജിലാട്ടോ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്, ചിത്വാൻ ജില്ലയിലാണ്. അപ്പോൾ ഒരുപാട് പേര് ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ നേപ്പാളിലെ ഒരു യഥാർത്ഥ ഗ്രാമീണ ജീവിതം അനുഭവിക്കണം എന്നൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇതുണ്ടോ? അപ്പോൾ നമുക്കറിയാം ഒരുപാട് മലയാളികൾ വന്നു പോയിട്ടാണ്, നമ്മൾ ഒരുപാട് വീഡിയോസ് കിട്ടിയിട്ടുള്ളതാണ്. ഇന്ന് മലയാളികൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. തൊടുപുഴയിൽ നമ്മുടെ മാത്തിച്ചേട്ടൻ. മാത്തിച്ചേട്ടൻ എങ്ങനെയുണ്ട് നേപ്പാളിലെ വില്ലേജാ? പഴശ്ശിയുടെ യുദ്ധം കാണാനിരിക്കുന്നേ ഉള്ളൂ, തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതെ, ഒക്കെ മലയാളികളാണ്. അപ്പം നിങ്ങൾക്ക് നേപ്പാളിലൊക്കെ വരുമ്പോൾ ഒരു യഥാർത്ഥ നേപ്പാളിൻ്റെ ഒരു ടിപ്പിക്കൽ വില്ലേജൊക്കെ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ മതി, ഞാൻ കൊണ്ടുപോകാം. ഞാനൊരു ടൂർ ഏജൻറ്റോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ആളൊന്നുമല്ല. ഞാനൊരു 10-20 കൊല്ലമായിട്ട് ഇവിടെ, 16 കൊല്ലം കേട്ടോ, 20 16 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വരുന്ന മലയാളികളൊക്കെ യൂട്യൂബിൽ തപ്പി എൻ്റെ നമ്പറൊക്കെ വിളിക്കും, വരുമ്പോൾ ഞാനിവിടെ കൊണ്ടുപോകും. അതിനാരും ഒന്നും തരുമൊന്നും വേണ്ട, സർവീസ് ചാർജ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ ടൂർ പാക്കേജ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയും വേണ്ട. എനിക്ക് ടൂർ പാക്കേജ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മലയാളികൾ. നമ്മുടെ ചാലക്കുടിക്കാരൻ ഇദ്ദേഹം ഇത് ദിലീപൻ സാർ. ഞാൻ ആരുമില്ല, എനിക്ക് ആരും അറിയില്ല. ഇതാ ഇത് ശിവ സാറ്. എല്ലാ മലയാളികളുണ്ട്, ഇഷ്ടംപോലെ മലയാളികൾ ഇവിടെ വരാനുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഒരു ഗ്രാമീണ ജീവിതമൊക്കെ നിങ്ങൾക്ക് ആസ്വദിച്ചിട്ട് പോകണം തോന്നുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് പോകണം. നേപ്പാളിൽ വരുവാണെങ്കിൽ ഇതേപോലത്തെ ഒരു വില്ലേജ്, അത് നിങ്ങൾ എവിടെയാണെങ്കിലും, എൻ്റെ അടുത്ത് വരുവാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ടൂർ പാക്കേജിൽ വരുവാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കെയർ ഓഫിൽ വരുവാണെങ്കിൽ ഒരു നേപ്പാളിൻ്റെ യഥാർത്ഥ ഗ്രാമീണ ജീവിതം ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു നേപ്പാളിലെ യഥാർത്ഥ ഗ്രാമീണ ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതുണ്ടോ, ഈ പുഴയിലൊക്കെ നിന്ന് കുളിച്ച്. ഇത് ഹിമാലയത്തിൽ നിന്ന് ഒഴുകുന്ന നദിയാണേ, നല്ല തണുപ്പായിരിക്കും കേട്ടോ. നവംബർ ഡിസംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കുളിക്കാൻ പറ്റില്ല കേട്ടോ. നവംബറിൽ പറ്റും, ഡിസംബറിൽ പറ്റില്ല, ജനുവരിയിലും പറ്റില്ല, കാരണം ഐസായിരിക്കും ഇത്. അപ്പോൾ കണ്ടോ, അപ്പോൾ നേപ്പാളിലെ ഗ്രാമീണ ജീവിതം, യഥാർത്ഥ ഒരു ഗ്രാമീണ ജീവിതം, ഇതൊക്കെ വില്ലേജാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അപ്പോൾ എൻ്റെ നമ്പറൊക്കെ ഞാൻ യൂട്യൂബിൽ തപ്പി കിട്ടും. നേപ്പാളിലെ ഒരു മലയാളിയിൽ നിന്ന് അന്വേഷിച്ചാൽ മതി. ഞാനൊരു ട്രാവൽ ഏജൻറ്റോ ടൂർ ഓപ്പറേറ്ററൊന്നും അല്ല. അപ്പോൾ ഒരുപാട് മലയാളികൾ വന്നു വരുന്ന ഒരു വില്ലേജാണ്. സാറേ എങ്ങനെയുണ്ട് നേപ്പാള്? It's good with Mr. Bobby because he arranged me everything. Bobby ഒരു ഇവിടുത്തെ ഒരു NGO ഗ്രൂപ്പൊക്കെ നടത്തുന്ന ആളാണ്, സ്കൂളുകൾ പല ആൾക്കാരൊക്കെ നോക്കുന്ന ആളാണ്. തന്നെയല്ല, ഹി ഈസ് നോട്ട് എക്സ്പെക്ടിങ് എനി എക്കണോമിക്കൽ എംപവർമെൻറ്റ് ഫ്രം ദിസ്. അപ്പോൾ ബോബി ചേട്ടനെ പരിചയപ്പെടാൻ കിട്ടിയത് കൊണ്ടാണ് ഞാൻ 3 ദിവസം കാഠ്മണ്ഡുവിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഹീസ് എ ബെസ്റ്റ് ഫെല്ലോ ആൻഡ് ഹു ഈസ് ഗിവിങ് ഓൾ കൈൻഡ്സ് ഓഫ് സപ്പോർട്ട്സ് ആൻഡ് ഹി മേ കം അലോങ് വിത്ത് അസ്. നമ്മുടെ കൂടെ വരുന്നു, നമ്മുടെ കൂടെ ആഘോഷിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ആഹ്ലാദം.